ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്വർണാസ് കുക്കറി വേൾഡ്. അപ്പം ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിരുന്നു. വെയിറ്റ് ഇന്ന് നമുക്ക് 49.95 kg ആണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ വെയിറ്റ് വന്നിട്ട് 50.10 ആയിരുന്നു. ഒരു 150 ഗ്രാമോളം കുറഞ്ഞിട്ടുണ്ട്. അത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. ഹെൽത്തി വെയിറ്റ് ലോസ് ഇതുപോലെ പതിയെ കുറയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് 2 വീറ്റ് ബ്രെഡ് ടോസ്റ്റും അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പീനട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു റോബസ്റ്റ, ഒരു മുട്ട പുഴുങ്ങിയത്, ഒരു ചായ. അപ്പോൾ എനിക്കിന്ന് തീരെ വയ്യായിരുന്നു കേട്ടോ രാവിലെ എണീക്കാൻ. ഇന്നലത്തെ വർക്കൗട്ടിൻ്റെ ആണോ എന്തോ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും എണീറ്റില്ല. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഫുഡ് ഇന്നത്തേക്ക് എടുത്ത് തന്നത്. അപ്പം ആളും ലേറ്റായി കുറച്ച് എണീക്കാനായിട്ട്. എന്നാലും ഞാൻ 10 മണിക്ക് 10:30-ക്കുള്ളിൽ ഫുഡ് കഴിച്ചിട്ടോ. 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ബ്രെഡും പീനട്ട് ബട്ടർ റോബസ്റ്റയും കൂടി ഇങ്ങനെ വെച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ 11:30 ആയപ്പോൾ ഒരു പ്ലമ്മാണ് ഇന്ന് കഴിച്ചത്. ഞാൻ വർക്കൗട്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, കാരണം ഒരു കോളൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയിപ്പോയി. അപ്പം ലഞ്ച് കഴിച്ചതും ഒത്തിരി ലേറ്റായി. എൻ്റെ ലഞ്ച് ഇന്ന് ബസുമതി റൈസും ചിക്കനും കേടും കുക്കുംബറും ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ചുമ്മാ ഒരു പരീക്ഷണം പോലെ ചെയ്തതാണ്. എനിക്കറിയില്ല ഇങ്ങനെ കുക്ക് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ച് ഒരു ടീസ്പൂൺ ബട്ടറിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത് കുക്ക് ചെയ്തെടുത്തതാണ്. കുറച്ച് പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അപ്പം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്, കൊള്ളായിരുന്നു. അപ്പം കലോറി കൂടുതലാണോന്നും അറിയില്ല, പക്ഷെ നമ്മളൊരു ക്വാണ്ടിറ്റി കുറച്ചല്ലല്ലോ എടുക്കുന്നത്. അപ്പം കുഴപ്പമില്ല. അപ്പം ഞാനിത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ജസ്റ്റൊരു റെസിപ്പി ഞാൻ പതിയെ ഇടാം. ഇതിൻ്റെ സിമ്പിളാണ്, പെട്ടെന്നൊക്കെ നമുക്ക് ക്വിക്കായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ബോൺലെസ് ചിക്കൻ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല, ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഒരു മുട്ടായി കഴിക്കാമെന്ന് വെച്ചു. നമ്മളാകെ 3 പീസ് എടുക്കത്തുള്ളൂ കേട്ടോ. ആക്ച്വലി ചോക്ലേറ്റ് കഴിക്കുന്നതിന് ഒരു ഹാപ്പി ന്യൂസ് കിട്ടിയതിൻ്റെ പുറകിലാണ് നമ്മൾ ഈ ചോക്ലേറ്റ് കൂടെ എടുത്തത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഒരു കോഫി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഈവനിങ് നടക്കാൻ പോയി. ഇന്ന് ആക്ച്വലി ഒരു കടയിലോട്ട് പോവുകയാണ്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത് എനിക്കൊരു ജോബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡും ഉണ്ട് കൂടെ. പണ്ട് ഈ സ്കൂളൊക്കെ തുടങ്ങുമ്പം ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സുമാണ് മേടിച്ചത്. പിന്നൊരു ബുക്കും പേനയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കണമെന്ന് ഓൾറെഡി. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റി. പിന്നെ വന്നിട്ട് ലഞ്ച് ബോക്സ് നോക്കുമായിരുന്നു. കളർ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ എല്ലാവരുടെയും പോലെ തന്നെ ഗേൾസിൻ്റെ ഫേവറേറ്റ് പിങ്ക്, ആ കളറും എനിക്ക് കിട്ടി. പിന്നെ ഇന്നലെ ഞാനൊരു ബോട്ടിൽ വാങ്ങിക്കുന്ന ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഷുഗർ ഫ്രീ. അപ്പോൾ ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പ് ജ്യൂസാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ 1 ലിറ്റർ 1.5 ലിറ്റർ അതൊക്കെ നമുക്ക് കിട്ടും. അതിന് ഞാൻ നടന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പതിയെ വർക്കൗട്ട് തുടങ്ങി. വർക്കൗട്ട് ചെയ്തു. അതൊരു ആപ്സ് വർക്കൗട്ടായിരുന്നു ഇന്ന്. ഒരു 20 മിനിറ്റ്സുള്ള ആപ്സ് വർക്കൗട്ടായിരുന്നു. നല്ല പണിയായിരുന്നു കേട്ടോ, നല്ല പെയിനായിരുന്നു. 20 മിനിറ്റാന്ന് പറഞ്ഞാലും ഇതധികം നമുക്ക് റെസ്റ്റ് ടൈമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്തത്. പക്ഷെ എന്നാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഡിന്നറിന് എടുത്തിരുന്നത് 2 റാഗി ഇടിയപ്പവും ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും അതിൽ 1 പീസ് ചിക്കൻ എടുത്തുള്ളൂ. പിന്നെ ഒരു മുട്ട, അതാണ് എടുത്തത്. അപ്പം അതും ഹാപ്പി ആയിട്ട് തന്നെ കഴിച്ചു. പിന്നെ വന്നിട്ട് നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആക്ച്വലി അറിയില്ല. വീഡിയോസ് ഇടണം, വർക്കൗട്ട് ചെയ്യണം, വാക്കിംഗ് ചെയ്യണം. ഇതെല്ലാം നമുക്കൊരു കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും എനിക്ക്. കാരണം ഞാൻ ഓൾറെഡി എനിക്കൊരു 5:45 6 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം ഓഫീസിലോട്ട് പോകണമെങ്കിൽ. പിന്നെ വരുന്ന ടൈമിങ്ങും എനിക്ക് ഒട്ടും അറിയില്ല എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ നാളെ ഒന്ന് വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് എൻ്റെ ഓഫീസിലോട്ട്, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പം എങ്ങനെയാണേലും ഒരു സമയവും. പക്ഷെ എന്തായാലും ഞാൻ മാക്സിമം വീഡിയോ ട്രൈ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ഞാൻ പുതിയൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എനിക്കിനി അറിയില്ല എങ്ങനെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ പക്ഷേ എന്തായാലും മാക്സിമം എൻ്റെ ട്രൈ ചെയ്യും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടും എല്ലാം. കിട്ടുന്ന ടൈമൊക്കെ അത്യാവശ്യം ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് തന്നെ വെക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു, ബൈ.